മുൻ CPM MLA ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു. UDF സഹകരണ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഐഷ പോറ്റി കോൺഗ്രസ് സമരവേദിയിലെത്തി അംഗത്വം സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഐഷ പോറ്റിയെ ഔദ്യോഗികമായി പാർട്ടിയിൽ സ്വാഗതം ചെയ്തത്. കൊട്ടാരക്കരയിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി ഐഷ പോറ്റി മത്സരിക്കുമെന്ന സൂചനകളും ശക്തമാണ്. ഇതു സംബന്ധിച്ച ധാരണ പ്രതിപക്ഷ നേതാവുമായി ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന കൂടിക്കാഴ്ചയിലാണ് ഉണ്ടായതെന്നാണ് വിവരം. ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തി രാഷ്ട്രീയത്തിലേക്ക് കടന്ന ഐഷ പോറ്റി 3 തവണ കൊട്ടാരക്കര MLA ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സീറ്റ് നിഷേധിച്ചതോടെയാണ് പാർട്ടിയുമായുള്ള അകലം പ്രകടമായത്. ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവ് സന്തോഷ നിമിഷമാണെന്ന് VD സതീശൻ പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നതെന്ന് KC വേണുഗോപാലും വ്യക്തമാക്കി. കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതിനെ തുടർന്ന് രൂക്ഷമായ സോഷ്യൽ മീഡിയ ആക്രമണം പ്രതീക്ഷിക്കുന്നുവെന്ന് ഐഷ പോറ്റി പറഞ്ഞു. പ്രിയപ്പെട്ട സഖാക്കൾക്ക് വിഷമമുണ്ടാക്കുന്ന തീരുമാനമാണിതെന്നും അവർ വ്യക്തമാക്കി. പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ഡിസിഷൻ മേക്കേഴ്സായ ചിലരാണെന്നും ആരെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്താൻ താൽപര്യമില്ലെന്നും ഐഷ പോറ്റി പറഞ്ഞു. ഏതു വലിയ മന്ത്രിയായാലും മനുഷ്യരോട് ഇടപെടുന്നതിൽ പ്രശ്നമുണ്ടാകരുത്. വർഗവഞ്ചക എന്ന് വിളിച്ചേക്കാം, എങ്കിലും എപ്പോഴും മനുഷ്യപക്ഷത്തായിരിക്കും എന്നും ഐഷ പോറ്റി കോൺഗ്രസ് സമരവേദിയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattanur.